നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കണം, നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും, അല്ലേ? നമ്മളെല്ലാവരും അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്, അല്ലേ? പക്ഷെ പരിശ്രമിക്കാത്ത ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് എനിക്ക് അവിടെ എത്തണം ഇവിടെ എത്തണം എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാത്ത ആൾക്കാരുമുണ്ട്, പക്ഷെ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ നമ്മുടെ ലൈഫിൽ നിന്നുണ്ടല്ലോ, നമ്മൾക്ക് 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂറിൽ നമ്മൾ ആവശ്യമില്ലാത്ത കുറേ സംഗതികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് സത്യമായിട്ട് ആവശ്യമില്ലാത്ത ചില സംഗതികളാണ്. ആ ഒരു സമയം കൂടെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി പരിശ്രമിച്ചാലുണ്ടല്ലോ, കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഈ സ്വപ്നത്തിലോട്ടൊക്കെ എത്താൻ പറ്റും. നമ്മൾ ചിലപ്പോൾ നമ്മോട് തന്നെ, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരോടൊക്കെ പറയാറില്ലേ, എന്തിനാ വെറുതെ നീ അവരോട് സംസാരിച്ചിട്ട് നിന്റെ എനർജിയും നിന്റെ സമയവും കളയണേന്ന്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. അതായത് നമ്മുടെ ലൈഫിലുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, അതിപ്പോൾ നമുക്ക് അറിയുന്ന ആൾക്കാർ, നമുക്ക് അടുത്ത ആൾക്കാരൊക്കെ ആയിരിക്കാം. പക്ഷേ നമ്മൾ ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തുണ്ടല്ലോ, ചിലവർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പല ഇപ്പം സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ജീവിതത്തിലുണ്ട്. ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾക്കും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ, നമ്മൾക്ക് ലൈഫിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാളുണ്ട്. ആ ആൾക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാകും, അല്ലെങ്കിൽ അവരും കൂടെ സഹകരിച്ചിട്ട് ആ ഒരു സംഗതി സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് അവരും കൂടെ ഇനീഷ്യേറ്റീവ് എടുക്കും എന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാരോട് മാത്രമായിരിക്കണം ഈ ഒരു സംസാരത്തിന് നമ്മൾ പോകേണ്ടത്. അല്ലാതെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഒരാൾ, ഞാൻ പിടിച്ച മൊയിലിന് 5-10 ചെവിയല്ലേ, 5-10 ചെവി ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് നമ്മൾ സംസാരിക്കാൻ പോവരുത്. നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചേക്കുക അത്. കാരണം അവരോട് സംസാരിച്ചിട്ട് നമുക്ക് ഒരു യൂസും ഇല്ല. നമ്മളുടെ എനർജി, നമ്മുടെ സമയവും അവിടെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൂടെ? ഈ പറയുന്ന ആൾക്കാർ ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായിരിക്കാം. എന്നിരുന്നാൽ പോലും നമ്മൾ പറയുന്നത് കൊണ്ട് അവിടെ ഒരു യൂസ് ഇല്ല എങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് എന്താ കാര്യമുള്ളത്? പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത് നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത്, ഞാൻ ചെയ്യുന്ന ഒരു സംഗതി വേറൊരു പേഴ്സണ് ബുദ്ധിമുട്ടുകളൊന്നും, അയാൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളൊരു സംഗതിയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുമ്പം ഒരാളെയും നമ്മൾ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ലൈഫിലെടുക്കുന്ന എന്ത് തീരുമാനങ്ങൾക്കും ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും വേറൊരാൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ ചെയ്യുന്നത് കൊണ്ട് വേറൊരാൾക്ക് പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. നമ്മളതിൽ ചെയ്താൽ എനിക്കത് നേടാൻ പറ്റും, എനിക്കതിൽ സക്സസ് ആവാൻ പറ്റും എന്ന് പൂർണ്ണ ബോധ്യവും വിശ്വാസവും, അത് ചെയ്യാൻ വേണ്ടി, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരാൾക്ക് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കണ്ട, നമുക്ക് നമ്മോട് തന്നെ എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. പിന്നെ പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ ഒരു സംസാരം ഉണ്ടല്ലോ, പെണ്ണുങ്ങൾക്ക് ഈ കുറ്റം പറയാൻ വേണ്ടിയിട്ട്, അപ്പുറത്തെ വീട്ടിലെ കാര്യങ്ങൾ എന്താ നടക്കണേന്ന് അറിയാനും വേണ്ടിയിട്ട് കുറച്ച് ത്വര കൂടുതലാണെന്നുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ പെൺകുട്ടികളൊന്നും അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇപ്പോഴത്തെ ഞങ്ങളൊക്കെ ഡീസൻ്റ് ആണെന്ന്, അല്ലേ? അപ്പോൾ ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ളൊക്കെ ആൾക്കാരുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞിരുന്ന് നമ്മളൊരു 10 മിനിറ്റോ 5 മിനിറ്റോ വാട്ട് എവർ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കാര്യം ചെയ്തുകൂടെ? ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നുണ്ട്. എനിക്ക് വേറൊരാളുടെ കുറ്റങ്ങൾ പറഞ്ഞ് ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യണ നേരം കൊണ്ട്, ആ 5 to 10 മിനിറ്റ് കൊണ്ട് നാളെ എനിക്ക് എന്ത് വീഡിയോ ഇടാം എന്ന് ചിന്തിച്ചുകൂടെ? അല്ലേ? പിന്നെ സത്യം പറഞ്ഞാൽ നമ്മളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് അതേ പറ്റിയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാനോ അവരുടെ കുറ്റങ്ങൾ പറയാനോ നമുക്ക് സമയം ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ കണ്ടന്റ് അന്വേഷിക്കാൻ 24 മണിക്കൂർ തികയില്ല. പിന്നെ നേരത്തെ പറഞ്ഞ എല്ലാത്തിനും എല്ലാവരോടും എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ പോയിന്റ് ഇല്ലേ, അതിനോട് കണക്ട് ചെയ്തിട്ട് നമുക്ക് പറയാം, എല്ലാത്തിനും എല്ലാവരുടെയും അപ്രൂവലും വേണ്ട ആവശ്യമില്ല. പക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞ ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. അവരുടെ ലൈഫിൽ അവർ എന്ത് തീരുമാനം എടുക്കണമെങ്കിലും, ഈവൻ എന്ത് ഡ്രസ്സ് ഇടണമെങ്കിൽ പോലും വേറൊരു സെക്കൻഡ് പേഴ്സണോട് അനുവാദം ചോദിച്ച് അവർ ഓക്കെ യെസ് നീ അത് ചെയ്തോ, അല്ലെങ്കിൽ നീ ആ ഡ്രസ്സ് ഇട്ടോ, അങ്ങനെ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഈ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു സുപ്രഭാതത്തിൽ മേ ബി ചിലപ്പോൾ അവർക്ക് അതൊന്നും പറ്റണ്ടാവില്ല. നമ്മൾക്ക് ഉണ്ടല്ലോ, ഇപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. ഈ പറഞ്ഞ പോലെ പല ആൾക്കാരുടെ അടുത്ത് നിന്നും ഈ അപ്രൂവൽ പെൻഡിങ് ആയതുകൊണ്ട് ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ വേണ്ടി പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ സ്വപ്നങ്ങൾക്ക് ഈ ചിറക് മുളപ്പിച്ച് കൊടുക്കേണ്ടത് നമ്മളാണ്. അതിന് വെള്ളവും വളവും എല്ലാം ഇട്ട് വളർത്തിയെടുക്കേണ്ടത് നമ്മളാണ്.
അതിന് വേറൊരാളുടെ അപ്രൂവലിനും അല്ലെങ്കിൽ അവരുടെ പെർമിഷന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതേ ഉള്ളൂ, നമ്മളത് ചെയ്യുന്നത് കൊണ്ട് വേറൊരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല എന്നാണെങ്കിൽ നമ്മൾ പിന്നെ വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വപ്നങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ട് പണിയെടുക്കേണ്ടത് നമ്മളാണ്. പിന്നെ ലൈഫിൽ സക്സസ് ആവണം എന്നുള്ളത് കൊണ്ടേ നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ അവസരങ്ങളും ചാടി പിടിക്കാൻ നോക്കരുത്. എല്ലാം നമ്മുടെ കപ്പ് ഓഫ് ടീ ആവണം എന്നില്ല. കാരണം ഓരോരുത്തർക്കും ഉള്ള കഴിവുകളും അവരുടെ സ്കിൽസും ഒക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ കഴിവുകൾ നമുക്ക് എന്താണ് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുക, നമ്മൾ എന്ത് ചെയ്താലാണ് സക്സസ് ആവുക എന്ന് നമുക്കൊരു ഇന്നർ ഒരു സംഭവം ഉണ്ടായിരിക്കൂലേ, അതേതാന്ന് സെലക്ട് ചെയ്തിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കിടെ പിറകിയിരിക്കണം നമ്മൾ പോകേണ്ടത്. ഇപ്പം നമ്മൾ ചില സിനിമകളൊക്കെ കാണൂലേ, കാണുന്ന എല്ലാ ബിസിനസ്സും പരീക്ഷിച്ച് പൊട്ടിപ്പാളീസാകുന്ന ആൾക്കാർ, അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് അറിയില്ല എനിക്ക് എന്താ ചെയ്യണ്ടേ, ഞാൻ എന്ത് ചെയ്താലാണ് സക്സസ് ആവാന്ന് അവർക്ക് അറിയണുണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ ഈ കണ്ണി കാണുന്ന എല്ലാ സംഗതികളിലും പോയിട്ട് കൈയിട്ട് വാരിയിട്ട് പൊട്ടിപ്പാളീസായിട്ടിരിക്കുന്നത്. സോ നമ്മുടെ കഴിവുകൾ എന്താണ്, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു സംഗതി ഫോക്കസ് ചെയ്തിട്ട് അത് പിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സക്സസ് ആവാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്കൊരു പ്രശ്നമുണ്ട്, നാട്ടുകാരെന്ത് വിചാരിക്കും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും അല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിങ്ങനെയായിരുന്നു, ഏതോ ഒരു സിനിമയിൽ നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഈ ഒരു ചിന്താഗതി മാറാതെ നമ്മൾ നന്നാവാൻ പോണില്ല എന്ന്. വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു ഡയലോഗാണത്. നമ്മുടെ ലൈഫിലുണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും കുറേ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും, കുറേ ആൾക്കാർ അപ്പുറം മാറിയിരുന്ന് കുറ്റവും കുറവൊക്കെ പറയാൻ തോന്നും. അതെല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഇഷ്ടങ്ങൾക്കും എല്ലാവരുടെയും സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാലുണ്ടല്ലോ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. പിന്നെയും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, നമ്മൾ ചെയ്യുന്ന ഒരു സംഗതി വേറൊരാൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അതായത് മറ്റൊരാൾ നമ്മളെപ്പറ്റി എന്ത് ചിന്തിച്ചാലും നമുക്കെന്താ, അങ്ങനെ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു പ്രശ്നം മാറാതെ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതികൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ട ഒരു സംഗതി ചെയ്താൽ നമുക്ക് സക്സസ് ആവാൻ പറ്റില്ല. സോ വേണ്ട, അവരെന്തെങ്കിലും വിചാരിച്ചോട്ടെ, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, ഇറ്റ്സ് ഡസൻറ്റ് മാറ്റർ. അപ്പം എന്താ, അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ചില കമൻസൊക്കെ കാണുമ്പോണ്ടല്ലോ, സത്യമായിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമാവാറുണ്ട്. ഞാൻ ലിറ്ററലി ഇവിടെ കിടന്ന് തുള്ളിച്ചാടാറുണ്ട്. അപ്പോൾ ഇനിയും നല്ല നല്ല കമൻസൊക്കെ പോരട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞു കേട്ടോ, എല്ലാം ഇവിടെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും അവരവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ജീവിതത്തിൽ എല്ലാവരും നല്ല സക്സസ്ഫുൾ ആവട്ടെ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റൊരാളെ വേദനിപ്പിക്കാതെ നമ്മൾ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സാക്ഷാത്കരിച്ച് നമ്മളും ലൈഫിൽ സക്സസ്ഫുൾ ആണ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയി എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.